എല്ലാവർക്കും നമസ്കാരം. KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബൈ ട്രാൻസ്ഫർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്ന് കേരള PSC ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ബൈ ട്രാൻസ്ഫർ എക്സാം? 10% വരുന്ന ഇൻ സർവീസ് കോട്ടയിലൂടെ നികത്തപ്പെടേണ്ട വേക്കൻസീസ് ഫില്ല് ചെയ്യാനായി നടത്തുന്ന എക്സാമാണ് ബൈ ട്രാൻസ്ഫർ എക്സാം. ഓൾറെഡി KCBയിൽ വിവിധ തസ്തികകളിലായി വർക്ക് ചെയ്യുന്ന BTech ഡിഗ്രിയുള്ള മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്ട്ലി തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആവാനുള്ള ഒരു സുവർണ അവസരമാണ് ബൈ ട്രാൻസ്ഫർ എക്സാം. നമുക്ക് കഴിഞ്ഞ തവണത്തെ ബൈ ട്രാൻസ്ഫർ എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഒപ്പം വരാൻ പോകുന്ന ബൈ ട്രാൻസ്ഫർ എക്സാമിന് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നും നോക്കാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 34/2023 ആയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് 16 വേക്കൻസീസ് ആയിരുന്നു. എന്നാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ 80 ആൾക്കാരെ ഉൾപ്പെടുത്തിയിരുന്നു. ഈ 80 പേർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലായുള്ള നിയമനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 11/4/2025 ഈ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷനും വന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതായി കേരള PSC അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. റിക്രൂട്ട്മെന്റ് ഏതാണെങ്കിലും ഡയറക്റ്റ് ആയിക്കോട്ടെ ബൈ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, എക്സാമിന്റെ ലെവലും ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡും ഡെപ്തും എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കാണ്. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 41. കാര്യമായൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു PSCയുടെ എക്സാം പാറ്റേണും ട്രെൻഡും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാത്തിനു വേണ്ടിയും ഒരു കാര്യമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷനും ആവശ്യമാണ്. ഒപ്പം PSC ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ മുതൽ എക്സാം വരെ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 5 to 6 months മാത്രമാണ്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് കിട്ടുന്ന പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം 6 months എന്നുള്ള നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് നമ്മൾ ഏതൊരു എക്സാമിനും ഫോളോ ചെയ്യേണ്ടത്. ഇനി കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മെജോറിറ്റി ഉദ്യോഗാർത്ഥികളും സ്കോർ അക്കാഡമിയുടെ ഫുൾ കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികളാണ്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബൈ ട്രാൻസ്ഫർ എക്സാം സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 150 to 180 ഡേയ്സ് നമുക്ക് കിട്ടുന്ന പ്രിപ്പറേഷൻ ടൈം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായി 150+ പ്രാക്ടീസ് ടെസ്റ്റുകൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമിനെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. Thanks a lot for watching and stay tuned.